നമസ്കാരം പ്രിയപ്പെട്ടവരെ. ദൈവം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വാസത്തോടുകൂടി ആശ്രയിക്കുന്ന ഒരു വിഭാഗമാണ് ഡോക്ടർമാർ. എന്നാൽ പല ഡോക്ടർമാരും പണത്തിന് വേണ്ടി അവർ എത്തിക്സ് തന്നെ മറന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡോക്ടറിൻ്റെ പിഴവ് മൂലം ഒരു കുഞ്ഞ് മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കേട്ട. അതിൽ മനംനൊന്ത് ആ കുഞ്ഞിൻ്റെ പിതാവ് ഹോസ്പിറ്റലിലേക്ക് മാരകായുധങ്ങളുമായി കയറി ആ ഡോക്ടറെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ പേരിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് നമ്മൾ കേരളത്തിൽ കണ്ടതല്ലേ? ഡോക്ടർമാരുടെ സമരം. ഒരു സാധാരണക്കാരൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവൻ ഒരു വിലയും കൽപ്പിക്കാത്ത ഇതുപോലത്തെ ചില ഡോക്ടർമാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിരന്തരം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നവജാത ശിശു അടക്കം ഒരു മാതാവ് വളരെ ഗുരുതരമായി കുഞ്ഞ് മരണപ്പെടുന്ന ഒരു വാർത്തയൊക്കെ നമ്മൾ ഇതിനു മുമ്പും ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത, പുന്നപ്ര സ്വദേശിയായിട്ടുള്ള ഉഷ ജോസഫ് എന്ന് പറയുന്ന തൊഴിലുറപ്പ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരിയുടെ വയറ്റിൽ ഒരു കത്രിക കുടുങ്ങിയ വാർത്തയാണ് നമ്മൾ കേട്ടിരുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിലെ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റും പ്രൊഫസറൊക്കെ ആയിട്ടുള്ള ലളിതാംബിക ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരെന്നാ ഒരു സർജറി നടത്തിയെന്നാണ് പറയുന്നത്. ഇപ്പം വയറ്റിൽ ഒരു കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ ഈ ഒരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്തിട്ടുണ്ട്. ഈ ലളിതാംബിക ഡോക്ടറോട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് ലാഘവത്തോടു കൂടിയാണ് ആ ഒരു ഡോക്ടർ അതിനെ പ്രതികരിക്കുന്നതെന്നുള്ള ആ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ തൊട്ട് തന്നെ ഒരുപാട് ആളുകൾ എന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട്. അതിലൊരു സഹോദരൻ പറയുന്ന ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേൾക്കാതെ പോരുത്. കാരണം ഇവർ പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറായിട്ട് മാറിയിരിക്കുന്നു. ഇവരുടെ സാമ്പത്തിക സ്രോതസ്സൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ആലപ്പുഴയിൽ ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവർ വാങ്ങിച്ചു കൂട്ടുന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ഈ വിളിച്ചിട്ടുള്ള ആളുകളൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അമിതമായ പണം ഇവരുടെ കയ്യിലേക്ക് എത്തുന്നു. ഇവർ സജസ്റ്റ് ചെയ്യുന്ന ലാബിൽ മാത്രമേ പോയി ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഏതെങ്കിലും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരത് സ്വീകരിക്കത്തില്ല. അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ച് മറ്റൊരു ഡോക്ടറെ കാണാൻ പോലും ഇവർ സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് എന്നെ വിളിച്ചിട്ടുള്ള ഒരു സഹോദരൻ പറയുന്നത്. എന്തായാലും നമുക്ക് ഈ ചേച്ചി പറയുന്ന ആ വീഡിയോ ഒന്ന് കേട്ടതിന് ശേഷം ഡോക്ടറിൻ്റെ ആ വീഡിയോ ഒന്ന് കാണാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഞെട്ടിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പിലേക്ക് കൂടെ. ലളിതാംബിക ഡോക്ടറെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഡോക്ടറാണ് എന്നെ അഡ്മിറ്റ് ചെയ്തതും പിന്നെ ഓപ്പറേഷത്തിന് ഡേറ്റ് ഒക്കെ തന്നത്. മെയ് 5-ാം തീയതി എൻ്റെ ഓപ്പറേഷൻ നടക്കണം. എനിക്ക് അത് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. പണിക്ക് പോകും. പണി ഇച്ചിരി ചെയ്യുമ്പോൾ അണയ്ക്കും. അതുപോലെ ഇപ്പം എവിടെയെങ്കിലും യാത്രയ്ക്ക് ഒറ്റയ്ക്ക് നടന്നു പോയാൽ ഭയങ്കര അണവല്ല എനിക്ക്. പിന്നെ നടുവേദനയുണ്ടോ ചില നേരത്തൊക്കെ. തൊഴിലുറപ്പിൽ ചെല്ലപ്പെട്ട നടുവേദനയൊക്കെ കാണുമായിരുന്നു. അതൊക്കെ ഞാൻ കൂട്ടാക്കാതെ നടക്കും. അവരുടെ വീഴ്ചയാണെന്ന് സമ്മതിക്കാൻ നമുക്ക് ലളിതാംബിക ഡോക്ടർ ഇല്ലല്ലോ. നാസർ ഡോക്ടറുടെ വീട്ടിൽ ഞങ്ങൾ കൊണ്ട് കാണിച്ച ഈ മൂത്രത്തിൽ കൂടെ ബ്ലഡ് വരുന്ന കണ്ടുണ്ട്. അപ്പോഴാ പുള്ളിക്കാരൻ ഡോക്ടറാണ് എനിക്ക് എക്സ്റേ എടുക്കാനും സ്കാൻ ചെയ്യാനും എല്ലാം കുറിച്ച് തന്നു. ഡോക്ടറെ വീട്ടിൽ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ തന്നെയാണ് നമുക്ക് എക്സ്റേ എടുക്കാനും മൂത്രം. അതേസമയം ആരോപണങ്ങൾ നിഷേധിക്കുകയാണ് ഡോക്ടർ ലളിതാംബിക. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമ്മുടെ ആ ഡോക്ടർ പറയുന്നതും കൂടെ ഒന്ന് കേട്ടോ. ഒന്നാമത് കത്രികയല്ല, മസ്കിറ്റോ എന്നുള്ള ഒരു വളരെ ചെറിയ സാധനമാണ്. വളരെ നീളം കുറവ്. ഈ എക്സ്റേ കാണുന്ന ഒരു മാഗ്നിഫൈഡ് വ്യൂ ആണ്. കത്രികയല്ല, മസ്കിറ്റോ ആണ്. മസ്കിറ്റോ എന്ന് പറയുന്നത് നമ്മൾ ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് വരുമ്പോൾ പിടിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണമാണ്. അപ്പോൾ അത് പോകാൻ പാടില്ല. പക്ഷേ ഇത് ശരിക്കും ഇൻസ്ട്രുമെൻസിൻ്റെ എണ്ണം ആദ്യമേ ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ് നഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെൻ്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ അറിവിൽ എടുത്തോളം ഫ്ലോർ നഴ്സ് എന്നൊരു സ്റ്റാഫ് ഉണ്ടാവാറില്ല. അപ്പം ചെയ്യുന്ന ഡോക്ടറും ചെയ്യുന്ന സിസ്റ്ററും കൂടെ ഇത് ആദ്യമേ ഒന്ന് എണ്ണും. എണ്ണിയിട്ട് ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടെ എണ്ണും. അപ്പോൾ ആ എണ്ണത്തിൽ മനസ്സിലെ ഓർമ്മയിൽ എന്തെങ്കിലും പിശക് വന്നു പോയാൽ ഇങ്ങനെ വരാം. പിന്നെ വേറൊന്ന്, ഈ രോഗിക്ക് ഇതിനു മുമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് വന്നതാണോ എന്ന് എങ്ങനെ അറിയാം? ഈ ഓപ്പറേഷനിലാണ് വന്നതെന്ന് എന്താ ഇല്ല, കാണത്തില്ല. അത് ഒമൻ്റോ എല്ലാം കൂടെ മുകളിൽ കയറി നമ്മൾ കാണത്തില്ല. അതെനിക്കറിഞ്ഞൂടാ. ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇല്ല. അതിലൊരു കാര്യം വെച്ചാൽ ഇപ്പോഴത്തെ പക്ഷേ 20 വർഷം മുമ്പല്ല 30 അനങ്ങാതിരിക്കുക. ഇത് എന്ത് ലാഘവത്തോടുകൂടിയാണ് അല്ലേ? അത് കത്രികയല്ല, മൊസ്കിറ്റോ എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു ഉപകരണമാണ്. ഒരു മുട്ടുസൂചി ആണെങ്കിലും അത് നിങ്ങളുടെയൊക്കെ പിഴവ് തന്നെയാണ്. ഇതിനെയൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ തൂക്കിയെടുത്ത് അങ്ങോട്ട് അകത്താക്കണം. കാരണം മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഇതുപോലത്തെ നരാധനന്മാരായിട്ടുള്ള ഡോക്ടർമാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഇവരെ പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരു ജനസമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത്. എന്തായാലും നമുക്ക് ആ സഹോദരൻ പറയുന്ന ഞെട്ടിക്കുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഹലോ, പറഞ്ഞത് അതായത് ഒരു 2 വർഷത്തിന് മുമ്പായി സംഭവം. അതായത് എന്റെ ഭാര്യക്ക് ഇതുപോലെ ഇങ്ങനെ യൂട്രസ് സിസ്റ്റം ഉണ്ടായിരുന്നു. ഡോക്ടർ ഏതായിരുന്നു? ഈ ലളിതാംബിക ഡോക്ടർ. ഈ വിവാഹത്തിൽ വന്നിട്ടുള്ള വെള്ള കളർ ഉള്ള
ലളിതാംബിക ഡോക്ടർ. അപ്പൊ പുള്ളിക്കാരിയെ കാണാൻ പോയപ്പോഴത്തേക്ക് പറഞ്ഞു ഇപ്പൊ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ശരീരം നാശപ്പെട്ട് പോകും ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞാൽ. വയസ്സിന് 37 വയസ്സേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പുള്ളിക്കാരി പറഞ്ഞു മെറീന എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, നമുക്ക് ഈ ഇത്തിരി ടൈമുകളിലൊക്കെ വേദന കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് പുള്ളിക്കാരി അത് ഇടിച്ചു. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്, ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതിരുന്നു. അപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് കാണിക്കാൻ വേണ്ടി തരുന്നു. അപ്പോൾ നല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 4 മാസം കഴിഞ്ഞ് കാണിക്കാൻ പറഞ്ഞ് കുഴപ്പമില്ല. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു ഡോക്ടറെ എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഊരി കളയണമെന്ന് പറഞ്ഞു. പറഞ്ഞു ഇല്ലടാ അങ്ങനെ ഇരിക്കട്ടെ, 3 മാസം കഴിഞ്ഞും കൂടെ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിരുന്നു. സംഭവം ഇത് കുടലിൽ കൊണ്ട് കയറിയിട്ട് പുള്ളിക്കാരിക്ക് ഇൻഫെക്ഷൻ ഒക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ വീണ്ടും അവിടെ സ്കാൻ ചെയ്യാൻ ചെന്നു. അപ്പോൾ സ്കാൻ ചെയ്യാൻ ചെന്നപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് കുടലിൽ കൊണ്ട് കയറിയിരിക്കുകയാണ്, വഷളായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് ഇൻഫെക്ഷൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്തു. എന്റെ പേര് സജു, വൈഫിന്റെ പേര് വിജി. ഇതിപ്പോ എത്ര നാളായി നടന്നിട്ട്? ഇതിപ്പോ നടന്നിട്ട് ഒരു 2 വർഷത്തോളം. 2023 സംഭവം നടക്കാം. അപ്പൊ അങ്ങനെ അപ്പൊ ഇവര് നിർബന്ധിച്ച് അപ്പൊ ഭയങ്കര പ്രശ്നമായി. പുള്ളിക്കാരിക്ക് തീരെ ഇതായി, സഹിക്കാൻ വയ്യാത്ത വേദനയായി, കുറെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ഇവര് പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ കൈ ഒഴിയും, ഈ പേഷ്യന്റിനെ ഞാൻ കൈ ഒഴിയും, നിങ്ങൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ എത്ര ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി. നമ്മുടെ പരിമല ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഇവര് പരിമല ഹോസ്പിറ്റലൊക്കെ ടൈ അപ്പ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? അതെ. അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഇവരവിടുത്തെ പ്രൊഫസറാണ്. അപ്പൊ അവരുമായിട്ടൊക്കെ ഇതാണ്. അപ്പൊ അവിടുത്തെ ഡോക്ടർമാരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്തേ പറയത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവിടുത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഇത് വേറെ സ്ഥലത്തൊക്കെ പോയാൽ പണിയാവും, ഡോക്ടർ പറയുന്നത് കേട്ടില്ലെങ്കിൽ പണിയാവും എന്നൊക്കെ പറഞ്ഞു അവിടെ കൊണ്ടുപോയി അവിടെ വെച്ച് സർജറി ചെയ്തു. അപ്പൊ യൂട്രസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്നത്. യൂട്രസ് സിസ്റ്റിന്റെ പ്രശ്നം കൊണ്ടാണ് പുള്ളിക്കാരിക്ക് ഇത്. പുള്ളിക്ക് നേരത്തെ ഉണ്ട്, പുള്ളിക്കാരിക്ക് 2-3 വർഷം ഒരുപാട് ഡോക്ടർമാരെ കണ്ടത്. അപ്പൊ അങ്ങനെ സർജറി ചെയ്ത് ഇതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെയും എന്റെ അമ്മായിയമ്മയും കൂടെ വിളിപ്പിച്ചു. വന്നിട്ട് പറഞ്ഞ് ഞങ്ങളെ യൂട്രസ് ഒക്കെ എടുത്ത്, പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, പുള്ളിക്കാരിക്ക് വയറ് സംബന്ധമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അപ്പൊ അങ്ങനെ വല്ല പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ, അങ്ങനെ ഒരു ചെറിയ കുടലിലൊരു ചെറിയ പ്രോബ്ലം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കള്ളത്തരമൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ഇതാക്കാതെ ഡോക്ടർ അൻസാർ ഡോക്ടർ. അപ്പോൾ അൻസാർ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കിയിട്ട് എന്താ വെച്ചാൽ പറയാം, ചിലപ്പോൾ ഒരു ബാഗ് വെച്ച് അത് വെളിയിൽ വെക്കേണ്ടി വരുമെന്ന്. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾ അവിടെ തകർന്നു. ഞങ്ങൾക്ക് അത്രയും സാമ്പത്തികം ഇല്ല. ഞങ്ങൾ ഡോക്ടർ ഇത് നേരത്തെ അറിഞ്ഞിരുന്ന എനിക്ക് സാമ്പത്തികം ഇല്ലെന്ന് പറഞ്ഞിരുന്നത് ഞാൻ പണ്ടാനത്തോട്ട് എഴുത്തരത്തില്ലായിരുന്നു ഒരു പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെന്ത് പറയാം, അങ്ങനെ ഞങ്ങൾ അതിന്റെ അളിയൻ ഗൾഫിന്ന് പൈസയൊക്കെ അയച്ചു തന്നു. അപ്പൊ ആദ്യത്തെ അന്ന് എല്ലാം കൂടെ ഒരു 3-4 ലക്ഷം രൂപ ചെലവായി. ആദ്യത്തെ ഓപ്പറേഷൻ 1.25 ആയാലും അവിടുത്തെ റൂം വാടക എല്ലാം കൂടെ കണക്കൂട്ടിയ 2-3 ലക്ഷം രൂപ മേലായിരുന്നു. ഇവര് പേയ്മെന്റ് ക്യാഷ് ആയിട്ടാണോ വാങ്ങിക്കുന്നത്? അല്ല, ഇവർ ക്യാഷ് ആയിട്ടും വാങ്ങിക്കും, ഗൂഗിൾ പേയിലും വാങ്ങിക്കും. ഇപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ തരത്തില്ല വരുന്നല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് അൻസാർ ഡോക്ടർ കുടലിന്റെ സർജറി ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റിച്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിപ്പോ ഉണങ്ങുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ലളിതാംബ മേഡത്തെ കൊണ്ട് സ്റ്റിച്ച് ഇടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ചെന്നപ്പോഴത്തേക്ക് അവർ ലാസ്റ്റ് സ്റ്റിച്ചിന്റെ ഒരു വർത്താനം പറഞ്ഞു, ഇതേ തനിക്ക് തന്റെ ഭാഗ്യം പോലെ ഇരിക്കും ഉണങ്ങുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അത് അവിടെ ഇരുന്ന് ഇപ്പൊ ഹെർണിയുടെ ചെറിയ പ്രോബ്ലം ഉണ്ട് പുള്ളിക്കാരിക്ക്. അത് അവിടെ ഇരുന്നിട്ട് അത് ഇരുന്നിരുന്ന് ഹെർണിയുടെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പൊ ഞങ്ങളന്ന് സത്യാവസ്ഥ പിന്നീട് അറിഞ്ഞു. ആ ഹോസ്പിറ്റലിൽ അത് വിഷയമായിരുന്നു അറിഞ്ഞത്. വേറൊരു ആൾ അവിടുന്ന് വന്ന ശേഷമാണ് പറയുന്നത് അവിടെ ഇത് ഭയങ്കര വിഷയമായ ഒരു ഇതായിരുന്നു, ഈ മെറീന കൊണ്ട് കയറിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളുടെ അടുത്ത് ഇവര് മറച്ചു വെച്ചത്. അപ്പൊ ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത് പറയണമെന്ന് തോന്നിയത്. അല്ല, ഓരോരുത്തർ ഓരോ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെ പുറത്തേക്ക് ഒരുപാട് ആളുകൾ ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഒരു 4-5 പേര് വിളിച്ചിട്ടുണ്ട് അവരുടെ ചില പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. പൈസക്ക് ഭയങ്കര അത്യാഗ്രഹം. പുള്ളിക്കാരി എന്തെങ്കിലും ലാഭത്തോടുകൂടിയാണ് ആ കത്രിക വയറ്റിയിരിക്കുന്ന കാര്യം പറയുന്നത്. അത് പറയുന്ന വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ദിവസം ഇതുപോലെ ഞാനും പൈസയും കൂടെ പോയിരിക്കുമ്പോഴേ അവിടുത്തെ സ്റ്റാഫിനോട് പറയുന്നത് എടോ ഗൂഗിൾ പേയിലൊക്കെ പൈസ കറക്റ്റായിട്ട് കയറുന്നുണ്ടാവുന്നൊന്ന് നോക്കണം കേട്ടാ. ഒരു ഡോക്ടർ പറയുന്ന സംസാരം ഭയങ്കര ഇതായിരുന്നു. അവര് നമ്മളെ ഒരു വല്ലാത്ത രീതിയിലൊക്കെയാണ് നമ്മളോട് പെരുമാറിയത്. ഇനി ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. അതെ അതെ, സത്യം. എന്തായാലും സന്തോഷം. കേട്ടല്ലോ, മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഇതുപോലുള്ള ആളുകളെയൊക്കെ തൂക്കിയെടുത്ത് അകത്താക്കണം. ഇവരൊക്കെ പലപ്പോഴും രക്ഷപ്പെടുന്നത് ഉന്നതന്മാരുടെ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ സാധാരണ രക്ഷപ്പെടാറുള്ളത്. എന്താ ഒരു സാധാരണ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത ആ ഒരു കത്രിക വയറ്റിൽ കുടുങ്ങിയിട്ട് അത് ഇത്രയും ലാഘവത്തോടുകൂടി പറയണമെന്നുണ്ടെങ്കിൽ ഇവരെന്ത് എത്തിക്സ് ആണ് ഇവരൊക്കെ പഠിച്ചത്? ഇവരുടെയൊക്കെ അടുത്ത് പോകുന്ന പേഷ്യന്റിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിട്ടുള്ള ഇതുപോലെ ആളുകളെ നിങ്ങൾ തിരിച്ചറിയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം.